ഹലോ, ഗുഡ് മോർണിംഗ്. ജസ്റ്റ് എഴുന്നേൽക്കുന്നതേ ഉള്ളൂ. ഇന്നലെ കൈക്ക് ഭയങ്കര കടച്ചിൽ. ഡോക്ടറിനോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് കൈ അനക്കരുതെന്ന്. അപ്പം ഇന്നലെ മൂത്ത സഹോദരീൻ്റെ മകൻ്റെ കയ്യിലുള്ളത് ജാവയാണ് വണ്ടി. ഇനിയിപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽ അറിയാത്ത പോലെ ജാവ എന്നല്ല കേട്ടോ പറയുന്നത്, ജാവ. അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ വണ്ടി ഓടിച്ച് ഞങ്ങൾ ചുരത്തിലൊക്കെ പോകാറുണ്ട് എന്നല്ലാതെ വണ്ടി ഓടിച്ച് എനിക്കിതുവരെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ എനിക്കൊരു ക്രേസ് കയറി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ എടുത്ത് R15 മാതിരിയല്ല കേട്ടോ, ബുള്ളറ്റിൻ്റെയൊക്കെ ആ ഒരു ഇതിലേക്ക് വരുന്നതാണ് ജാവ. കാരണം എന്താ വെച്ചാൽ ഭയങ്കര വെയിറ്റാണ്, നമുക്ക് താങ്ങാൻ പറ്റൂല. അപ്പോൾ ഈ കൈ കുറച്ച് നേരം ഓടിച്ചപ്പോൾ ഞാൻ വിചാരിച്ച വണ്ടി കൊണ്ട് ഞാൻ മറിഞ്ഞു എന്ന്. അത്രമേൽ കൈ അനക്കരുത് എന്ന് പറഞ്ഞതാണ്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഏടത്തിൻ്റെ മോനെ എനിക്കൊരു ഇളനീര് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് നമുക്ക് മുകളിൽ ചെത്തിയിട്ട് വെള്ളം എടുക്കാന്നൊക്കെ തോന്നാവൂലേ, അങ്ങനെ അരുണിനോട് ചെയ്തിടാൻ പറഞ്ഞപ്പോൾ അവൻ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കും. എന്നോട് പറഞ്ഞു എന്നെ കൊണ്ടാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ തന്നെ ഇളനീര് വെട്ടാൻ പുറപ്പെട്ടു. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, പെരുന്നാളൊക്കെ അല്ലേ, ഒരു റീല് പോസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ ഒരു ഡാൻസ് കളിച്ചു. ഈ 3 കാരണങ്ങൾ കൊണ്ട് കൈ അനക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നലെ പിന്നെയും ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 ആഴ്ചത്തേക്ക് സ്ലിങ്ങോ എന്താ പറയാന്ന് എനിക്കറിയില്ല, അതിടാനല്ലേ പ്ലാസ്റ്റർ ഇട്ടാളോ. എന്നെ പേടിപ്പിക്കുകയാണോ എന്ന് എനിക്കറിയില്ല, പ്ലാസ്റ്റർ ഇടുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് കുറേ വരച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തൽക്കാലം ഒരു ബ്രേക്ക് എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ബ്രേക്ക് എടുക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഇന്ന് തൊട്ടിട്ട് വരയ്ക്കുന്നുണ്ട്. കാരണം ഒരുപാട് ഓർഡർ ഉണ്ട് കൊടുക്കാൻ. ഈ ഒരു ജൂൺ ആയതിനു ശേഷം ഞാൻ ഒരു ഫോട്ടോയും വരച്ചു കൊടുത്തിട്ടില്ല. എനിക്ക് ഹൗസ് വാമിങ് ആയതുകൊണ്ട് കഴിഞ്ഞ മാസം എനിക്ക് ആ ഒരു ഇതിൻ്റെ പേരിലിട്ട് എനിക്ക് വരയ്ക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് തൊട്ടിട്ട് വര സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിപ്പോൾ വീട്ടിലറിഞ്ഞപ്പോൾ ഭയങ്കര വിഷയമായിരിക്കും, അരുണറിഞ്ഞപ്പോൾ ഭയങ്കര വിഷയമായിരിക്കും. പക്ഷേ എനിക്കതൊന്നും വിഷയമില്ല. കാരണം ഭയങ്കര സ്ട്രെയിനായിട്ടൊന്നും കൈ കൊടുക്കുന്നൊന്നുമില്ലല്ലോ. എവിടെയെങ്കിലും കൈ ഒന്ന് കുത്തി നിർത്തിയിട്ടാണല്ലോ നമ്മൾ വരയ്ക്കുന്നത്. അതുകൊണ്ട് ഈ മുട്ടിനൊക്കെ ഒരു കുത്ത് കിട്ടിപ്പോവുക എന്ന് പറയുന്നത് ഭയങ്കര സമയം. നമ്മൾ മുട്ട് തരുത്ത് പോയാൽ തന്നെ അത് നോർമലാവാൻ കുറേ സമയം പിടിക്കുമല്ലോ. ജസ്റ്റ് പോയി എഴുന്നേറ്റിട്ടുള്ളൂ. ചായയൊക്കെ ഹോട്ടലിൽ നിന്നാണ്, ചോറ് ഹോട്ടലിൽ നിന്നാണ്. കോയ ഉണ്ട് ഇവിടെ, പുതിയ പൂച്ച, മനപ്പൂർവ്വം ഇട്ടതാട്ടോ, കോഴാന്ന് പേര്. അപ്പം അങ്ങനെയാണ്. ഏതായാലും എഴുന്നേറ്റ് ചായ കുടിച്ച് കുളിച്ച് വരയ്ക്കാനിരിക്കാനുള്ള പ്ലാനിലേക്കാണ്. അപ്പോൾ അത് നിങ്ങളോടുകൂടി ഒന്ന് പറയാമെന്ന് കരുതി ഒരു വലിയൊരു ബ്രേക്കിന് ശേഷമാണ് വരയിലേക്ക് ഇറങ്ങുന്നത്. അപ്പം അങ്ങനെയാണ്. ഇനിയൊരു 100-150 ഫോട്ടോൻ്റെ അടുത്തുകൂടിയേ ഞാൻ കൊടുക്കാനുള്ളൂ. 100 ആണോ 150 ആണോ എന്ന് കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. ഇനി DTDC പോയിട്ട് അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഒന്ന് മേടിച്ച് മറ്റേ ഇവിടെ കൊടുക്കണം, ഗിന്നസിൽ കൊടുക്കണം. ഗിന്നസ് കൊടുത്താൽ ഗിന്നസിന് കൊടുക്കുന്നതിൻ്റെ മുമ്പിൽ പോയിട്ട് അമ്മായി എന്താ പറയുക, അമ്മായിയുടെ ആസനം വെച്ചിട്ട് സമരം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തള്ളിച്ചിക്കൻ ഒന്നെണ്ണം. രണ്ടാമത്തേന് ഞാൻ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന്. ആസനം തേഞ്ഞു പോകില്ലെന്നാണ് ഞാൻ നോക്കുന്നത്. ഏതായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. അത് നിങ്ങളോട് പറയുമ്പോൾ ഒരു സമാധാനമാണ്. എനിക്കില്ലെങ്കിലും നിങ്ങൾക്കെങ്കിലും ഒരു നല്ലൊരു ദിവസമാവട്ടെ എന്ന് കരുതി. ഇത് കണ്ടോ, TV സ്റ്റാൻഡ് റൂം TV ഉണ്ടായിരുന്നു. ഞാനത് എടുപ്പിച്ചാൽ ഞാൻ ഉറക്കത്തെന്തോ സ്വിച്ച് ഇടാൻ പോയതാ, TV തട്ടി. ഞാൻ വിചാരിച്ച എൻ്റെ മുഖത്തേക്ക് വീണു. അപ്പോൾ അതെടുപ്പിച്ചാൽ റൂമിൽ TV വേണ്ടെന്ന് പറഞ്ഞു. ഹാളിൽ ഫിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. ഹാളിൽ ഓൾറെഡി
ലിവിങ്ങിലുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ്. ബൈ ദ ബൈ ബൈ കേട്ടോ. വീണ്ടും സന്ധിക്കും വരെ വണക്കം.